മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവർ വലിയ വേദനയുടെ പരിത്യക്താവസ്ഥയുടെ ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവമാണുള്ളത്. എന്നാൽ ഇന്ന് ചില കുടുംബങ്ങളിലെങ്കിലും മാതാപിതാക്കളെ ദൈവതുല്യം കരുതുകയും അവർ ജീവിച്ചിരിക്കുന്നത് അനുഗ്രഹമായി കരുതുകയും ചെയ്യുന്ന നല്ല കുടുംബങ്ങളുണ്ട്. സ്നേഹവും യോജിപ്പുമുള്ള കുടുംബം. അത്തരം ഒരു കുടുംബത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. പാലാ രൂപതയിലെ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിൽപ്പെട്ട വടക്കേക്കുന്നേൽ അന്നക്കുട്ടി അമ്മയുടെ കുടുംബമാണ്. 97 വയസ്സുള്ള അമ്മ ഇന്ന് കാല് മുറിച്ച് ഇരിപ്പാണെങ്കിലും അമ്മ സജീവമാണ്. ഈ കുടുംബത്തിൽ നിറസാന്നിധ്യമാണ്. സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒക്കെ മക്കൾ തമ്മിൽ ഒരേ ചങ്ങലയിൽ കോർത്തിണക്കുന്ന കണ്ണിയായി നിൽക്കുന്നത് ഈ അമ്മയാണ്. കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ അനുഭവമുള്ള കുടുംബം. ജീവിത പങ്കാളി ചെറിയാൻ 7 വർഷം മുമ്പ് മരിച്ചു. മക്കൾ 10 പേരാണ് ഇവർക്കുള്ളത്. അതിൽ ഒരാള് സലേഷ്യൻ സഭയിൽ വൈദികനായി വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്നു, ഫാദർ ജോർജ്. ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ നന്മയിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. ഇത് വടക്കേക്കുന്നിൽ അന്നക്കുട്ടി ചെറിയാന്റെ ഭവനം. കോട്ടയം ജില്ലയിൽ പാലായിലെ കണ്ണാടി ഉറുമ്പിലാണ് ഇവരുടെ ഭവനം. പാല സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ചാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് വടക്കേക്കുന്നേൽ അന്നക്കുട്ടി ചെറിയാൻ എന്ന ഈ ഭവനത്തിന്റെ വിളക്കായ അമ്മ. അടിയുറച്ച വിശ്വാസ ജീവിതത്തിലൂടെ ജീവിതത്തിലെ സഹനങ്ങളെയും ത്യാഗങ്ങളെയും സ്വീകരിച്ച് വാർദ്ധക്യത്തിൽ നിറഞ്ഞ ആനന്ദം അനുഭവിക്കുകയാണ് ഈ അമ്മ. അമ്മച്ചെ പറ്റി പറയുകയാണെങ്കിൽ ഈ 10 മക്കളെയും വളർത്തിയിട്ട് യാതൊരു പരിഭവവും പറഞ്ഞില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു മകനോ മകളോ വീട്ടിലുണ്ടെങ്കിൽ പോലും കാറുതമാരുമായിട്ട് എപ്പോഴും വഴക്കും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ താമസിക്കുവാൻ പറ്റിയല്ല. അവർക്ക് വേറെ പോകണം എന്നുള്ള ഒരു ആശയമാണ്. പക്ഷേ ഞങ്ങളുടെ അമ്മച്ചി ഈ 10 മക്കളെയും വളരെ കരുതലോടെ വളർത്തി. നമുക്കറിയാം, സാധാരണഗതിയിൽ കാർന്നവന്മാർ പറയും മക്കളോട്, എടാ എന്ത് കഷ്ടപ്പെട്ട അതിൻ്റെയൊക്കെ വളർത്തിയത്.
പക്ഷേ ഇവിടുത്തെ അമ്മച്ചി ചാച്ചനും അങ്ങനത്തെ ഒരു വാക്ക് ഇത്രയും നാളുമായിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ വിജയം. ആ അമ്മച്ചിയുടെ പ്രാർത്ഥന ഇന്ന് 10 മക്കളും നല്ല നിലയിലാണ് കഴിച്ചുകൂടുന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 40 വർഷമായി. 20 വർഷം ഞങ്ങൾ ഒന്നിച്ച് അമ്മച്ചിയുടെ കൂടെ സഹോദരങ്ങൾക്കൊപ്പം ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ചാച്ചനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ വീടൊക്കെ മാറി താമസിച്ചത്. ഞങ്ങൾക്ക് 4 മക്കളാണ്. ഞങ്ങളും അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും പ്രാർത്ഥനാ ജീവിതവും സഹോദര സ്നേഹവും എല്ലാം കണ്ടാണ് ഞങ്ങളുടെ മക്കളും വളർന്നത്. അവരിന്ന് പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ വിജയത്തിനും കാരണം അമ്മച്ചിയുടെ പ്രാർത്ഥനയും സഹന ജീവിതവും വിശ്വാസ ജീവിതവുമാണ്. മക്കളുടെ സ്നേഹലാളനങ്ങളേറ്റ് പരാതികളില്ലാതെ തലമുറകൾക്ക് മാതൃകയാവുകയാണ് അന്നക്കുട്ടി എന്ന ഈ അമ്മ. അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന അമ്മച്ചിയുടെ സാമാന്യമായ ക്ഷമാശീലവും കഠിനാധ്വാനവും അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ കാര്യപ്രാപ്തിയുമാണ്. ഞങ്ങളുടേതൊരു പറയുകയാണെങ്കിൽ ഒരു കൂട്ടുകുടുംബമായിരുന്നു. ചായൻ്റെ പെങ്ങന്മാരുടെ മക്കളും കസിൻസിൻ്റെ മക്കളും ഒക്കെ പാലായിലെ വീട്ടിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അവരെയൊക്കെ അമ്മച്ചി ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്തിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവും അതുപോലെ തന്നെ ഒരു പാഠപുസ്തകവുമാണ്. വടക്കേക്കുന്നതിലെ ഒരു അംഗമാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്. അതിലുപരി സന്തോഷം. ചാച്ചനും അമ്മച്ചിയും എന്നെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്. എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ചാച്ചൻ്റെ അമ്മച്ചിയുടെ സ്നേഹലാളനകൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അവരുടെ എല്ലാ വിജയങ്ങൾക്കും ഉന്നതികൾക്കും പിന്നെ അവരുടെ ചാച്ചൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചാച്ചനും അമ്മച്ചിയും എന്നും ഒരു മാതൃകയായിരിക്കും. ചാച്ചനെ അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവുള്ളൂ. നെഗറ്റീവ് ചിന്തിക്കരുത്. സന്തോഷമായിട്ടും പോവുക. പിന്നെ ഇത്രയും വലിയൊരു ഫാമിലി ഒരുമിച്ച് കൊണ്ടുപോകാനും അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും അമ്മച്ചിയെ കൊണ്ടും മാത്രമേ, അതായത് ചാച്ചനും അമ്മച്ചി ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിലും എന്ന് പറയത്തില്ല എങ്കിലും അത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. എല്ലാത്തിലും ഹാപ്പി ആയിരിക്കുക, അതാണ് മെയിൻ സംഭവം. പിന്നെ ഈശ്വരവിശ്വാസം അത് മെയിൻ ഘടകമാണ്. 7 വർഷം മുമ്പ് ചാച്ചൻ്റെ അമ്മച്ചിയുടെയും 75ാം വിവാഹവാർഷികം ഞങ്ങൾ കാര്യമായിട്ട് തന്നെ ആഘോഷിച്ചു. 2 പേർക്ക് വന്ന് മേലായിരുന്നു എങ്കിൽ പോലും 3 പിതാക്കന്മാരും വന്ന ആശംസകളൊക്കെ അറിയിച്ച ഒരു വലിയ ചടങ്ങായിരുന്നു. അതിനുശേഷം 4 മാസം കഴിഞ്ഞപ്പോൾ ചാച്ചൻ ഞങ്ങളെ വിട്ടുപോയി. ചാച്ചനെ പറ്റി അവസരത്തിൽ പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ചാച്ചൻ നന്മയുടെ ഒരു പ്രതീകമായിരുന്നു. ഒരു ശുദ്ധ മനുഷ്യനായിരുന്നു. യാതൊരു ദുശീലങ്ങളും ഇല്ലാതെ നന്മയുടെ പാതയിൽ ഞങ്ങളെ വളർത്തിയ ഒരു വലിയ മനുഷ്യൻ. ചാച്ചൻ പോയതിന് ശേഷം 4 മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ഷുഗർ പ്രശ്നത്താൽ, ഡയബറ്റീസിൻ്റെ പ്രശ്നത്താൽ കാൽ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വന്നു. അതോടുകൂടി അമ്മച്ചി ബെഡ് റിഡനായി. എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെയാണ്. എങ്കിലും യാതൊരു കുറവും അമ്മച്ചിക്ക് തോന്നാത്ത രീതിയിലാണ് ഞങ്ങളെല്ലാവരും അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്നത്. ഒരുമയുടെ ഒരു പ്രതീകമായിട്ട് ഈ കുടുംബത്തെ വളർത്താൻ അമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എന്ന പോലെയാണ് ഞങ്ങൾ. മാസത്തിൽ ഒരു തവണയേലും അമ്മച്ചിയുടെ അടുത്ത് കൂടും. അമ്മച്ചിക്ക് 10 മക്കളും 26 കൊച്ചുമക്കളും. ആ കൊച്ചുമക്കൾക്ക് ഇപ്പോൾ 14 മക്കളുമായി. അങ്ങനെ വലിയൊരു കുടുംബമാണ് ഇപ്പം ഞങ്ങളുടേത്. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ അമ്മച്ചി എല്ലാ മക്കളെയും, കുടുംബാംഗങ്ങളെ എല്ലാവരെയും നല്ല സ്നേഹത്തിലും അതുപോലെ തന്നെ കരുതലിലുമാണ്. അമ്മച്ചിയുടെ പ്രാർത്ഥന ഞങ്ങൾ എന്നും രാത്രി സന്ധ്യാപ്രാർത്ഥന 7 മണിക്കാണ് ചെല്ലുന്നത്.
അപ്പോൾ അമ്മച്ചി തന്നെയാണ് എല്ലാ പ്രാർത്ഥനകളും ചെല്ലുന്നത്. രഹസ്യങ്ങളും ലുത്തിനിയായും എല്ലാം ഈ 97-ാം വയസ്സിൽ അമ്മച്ചി ഒട്ടും ഒരു തെറ്റ് കൂടാതെയും അമ്മച്ചി ചെല്ലും. ഒരു സംശയം മാത്രമേ അമ്മച്ചി രഹസ്യം ചെല്ലാതെ നേരം എന്നോട് ചോദിക്കും, ഇന്ന് ഏത് ദിവസമാണെന്ന് ചോദിക്കും. പിന്നെ നല്ല വായനാശീലമാണ് അമ്മച്ചിക്ക്. എന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേ അമ്മച്ചിക്ക് പത്രം വേണം. അപ്പം പത്രം വായനയെല്ലാം ഒരു ദിവസത്തെ പത്രം മുഴുവൻ വായിച്ചു കഴിഞ്ഞ് അമ്മച്ചിക്ക് ചെറിയ ചെറിയ പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. വിശുദ്ധരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് അമ്മച്ചിയുടെ ദിവസം കഴിഞ്ഞു പോകുന്നത്. ചാച്ചനും അമ്മച്ചിയും ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറയും. കാരണം ചെറുപ്പം മുതലേ അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ പ്രാർത്ഥനയും എല്ലാം എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരെ ശുശ്രൂഷിക്കാൻ സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ചാച്ചൻ 2016 മരിക്കുമ്പോൾ എനിക്ക് തന്ന ഒരു ഉപദേശമുണ്ട്. നീയും നിൻ്റെ കുഞ്ഞുങ്ങളും ഒന്നുകൊണ്ടും വിഷമിക്കില്ല എന്ന് പറഞ്ഞ ആ അവസാന വാക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. മക്കൾ ഒന്നിച്ചുകൂടി എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്ന ആ സന്തോഷം അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അവർ വന്നില്ലേ ഇവർ വന്നില്ലേ എന്ന അമ്മച്ചിയാണ് എല്ലാവരെക്കുറിച്ചും സംസാരിച്ച് അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കുന്നു. കൊച്ചുമക്കൾ വിദേശത്തുണ്ടെങ്കിലും അവർ ഓരോരുത്തരെയും അമ്മച്ചിക്ക് കൃത്യമായിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും പേരും എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത് അമ്മച്ചിയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കുകൂട്ടെ. അമ്മച്ചിയെ സംബന്ധിച്ചോളം പറയുവാണെങ്കിൽ അമ്മച്ചി ഒരു കുടുംബത്തിൽ എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണമെന്നുള്ളത് അമ്മച്ചിയുടെ ചാച്ചൻ്റെയും ആ ജീവിതം മാതൃകയാക്കി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അമ്മച്ചി പ്രാർത്ഥിക്കുമ്പം മക്കളെയും ഞങ്ങളെയും എല്ലാവരും ഒന്നിച്ചിരുത്തി ഒരുപോലെ സന്ധ്യാപ്രാർത്ഥന പൊതുവായിട്ട് ചൊല്ലുമായിരുന്നു. അമ്മച്ചിയുടെ ആ ജീവിതമാണ് ഞങ്ങൾ ജീവിത മാതൃകയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ 1992 ഒരു പുരോഹിതനായത് ദൈവകൃപയാലും ദൈവസ്നേഹത്താൽ മാത്രമാണെങ്കിലും ഞാൻ ഇന്നും ഒരു പുരോഹിതനായി തുടരുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ പ്രിയപ്പെട്ട ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അമ്മച്ചിയെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി വരുന്നത് അമ്മച്ചിയുടെ വളരെ ശാന്തവും ദയാമയവുമായ സ്വഭാവമാണ്. എപ്പോഴും എല്ലാവർക്കും, അത് പറയുമ്പോൾ ഞങ്ങൾ മക്കളിൽ കൂടുതലായും പ്രത്യേകിച്ച് ഭിക്ഷ യാചിച്ചു വരുന്നവർക്കും പണിക്കാർക്കും ബന്ധുക്കാർക്കും അയൽവക്കക്കാർക്കും നല്ലത് മാത്രം ആഗ്രഹിക്കുകയും നല്ലത് മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മച്ചിയെയാണ് ഞാൻ കണ്ടിരുന്നത്. ഇത്രയും നല്ല മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നൽകിയ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അമ്മച്ചിയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ അമ്മച്ചിയാണ് ഞങ്ങളുടെ എല്ലാം. അമ്മച്ചി വളരെ സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തോടെയും ജീവിച്ച ഒരമ്മച്ചിയാണ്. അമ്മച്ചി ഒരു കാര്യത്തിലും അമ്മച്ചിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു പോകുമെന്നുള്ള ഈശ്വരവിശ്വാസത്തിലാണ് അമ്മച്ചി ഉറച്ച് ജീവിച്ചത്. ആ ജീവിതമാണ് അമ്മച്ചി ഇന്നും സന്തോഷത്തോടെ ഇരിക്കുവാനുള്ള പ്രചോദനവും അമ്മച്ചിയുടെ ആരോഗ്യത്തിനും എല്ലാം കാരണം. അത് മാത്രമേ എനിക്ക് അമ്മച്ചിയെക്കുറിച്ച് പറയുവാനുള്ളൂ. എനിക്ക് അമ്മച്ചിയെക്കുറിച്ച് പറയാനുള്ളത് അമ്മച്ചിയുടെ സ്നേഹവും ആ കരുതലും മക്കളോടുള്ള ആ ഒരു പെരുമാറ്റം, അത് എന്നും നമ്മുടെ ഓർമ്മകളിലും മുന്നോട്ടുള്ള അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട ഒരു കരുതലുമായിട്ട് ഞാൻ കരുതുന്നു. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അമ്മച്ചിയുടെ വിശാല മനസ്കതയും ദാനശീലവുമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നമ്മൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും നമ്മളോടൊരു സഹായം ചോദിച്ചാൽ അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അമ്മച്ചി പണ്ടേ ഉത്സുകയായിരുന്നു. ആ മാതൃക എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിന് ഇത്രയും നന്മയുള്ള ഒരു അമ്മച്ചിയെ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അമ്മച്ചി ഒരു നന്മമരം തന്നെയാണ്. ഞാൻ ആദ്യമായി ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. കാരണം ആ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അമ്മച്ചി ആ വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അമ്മച്ചി ഞങ്ങൾ വാട്സപ്പിൽ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മച്ചി എല്ലാ ദിവസവും നേരം വെളുത്ത് പള്ളിയിൽ കയ്യെ പിടിച്ച് അമ്മച്ചിയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് എൻ്റെ മനസ്സിൽ. അതിപ്പോഴും രാവിലെ എണീറ്റാൽ ആ
ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ അമ്മച്ചിയാണ് എൻ്റെ റോൾ മോഡൽ. പരിശുദ്ധ അമ്മയെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതൽ പരിശുദ്ധ അമ്മയെപ്പറ്റി എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. നിത്യസഹായ മാതാവിൻ്റെ നോവേനയ്ക്കൊക്കെ എന്നും കൊണ്ടുപോകുമായിരുന്നു. അതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരമ്മച്ചിയാണ്. മക്കൾക്കും അത് ഇപ്പോൾ എന്ത് സഹനങ്ങളുണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അമ്മച്ചിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രമാണ് അമ്മച്ചിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതായത് അമ്മച്ചിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് എല്ലാ മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണാൻ സാധിക്കുക എന്നുള്ളത്. അമ്മച്ചിയുടെ അടുത്ത് ഇടയ്ക്കൊക്കെ ഞാൻ വരുമ്പം സോഫിയോട് അമ്മച്ചി ചോദിക്കും, നീ തന്നെയാണോ വന്നത്, മാർട്ടിനില്ലേ കൂടെ? അതുപോലെ അവിടെ ഇരിക്കുമ്പം അമ്മച്ചി ഇങ്ങനെ ചോദിക്കും, ടോമി എന്തിയേ, സുമി എന്തിയേ, ഇങ്ങനെ ഓരോ മക്കളുടെയും പേര് എടുത്തു വിളിച്ച് ചോദിക്കും, അവരൊക്കെ എന്നെ എടുക്കുക എന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 20 വർഷമായി. അന്നു മുതൽ ഞാൻ കാണുന്ന അമ്മച്ചിയിലെ വലിയൊരു പുണ്യമാണ് സഹനശീലം. ആ സമയത്ത് തന്നെ അമ്മച്ചിക്ക് ഈ ഡയബറ്റിക്കിൻ്റെ ഒത്തിരി അസ്വസ്ഥതകൾ അമ്മച്ചിക്കുണ്ട്. കാലിലൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഡയബറ്റിക് കൊണ്ട വേദന എന്താണെന്നും ശരിക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഞങ്ങളൊക്കെ വരുമ്പം മരുമക്കളെ സൽക്കരിക്കാൻ വേണ്ടി അമ്മച്ചി ധൃതിയിൽ അടുക്കളയിലിട്ട് പോകുന്നതും, അപ്പോൾ അമ്മച്ചിയോട് ചോദിക്കും, അമ്മച്ചി കാലിന് വേദനയല്ലേ, റെസ്റ്റ് എടുക്കണ്ടേ? അതൊന്നും സാരമില്ല മക്കളെ. എല്ലാ വേദനകളും അമ്മച്ചി ഒരു പുണ്യമായിട്ട് കണ്ട് അത് മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും കാഴ്ചവെക്കുന്നതായിട്ടാണ് ഞാൻ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും പേരുടെ ഈ സന്തോഷത്തിൻ്റെ കാരണം അമ്മച്ചിയുടെ പ്രാർത്ഥനയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അമ്മച്ചിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. അത് നമുക്ക് എപ്പോഴും എല്ലാത്തിനും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, അതിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ക്ഷമിക്കാൻ, സഹിക്കാൻ എല്ലാം അമ്മച്ചിയിൽ നിന്ന് പഠിച്ചതാണ്. അമ്മച്ചി എപ്പോഴും പറയും, നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തോട്ട് പോയാൽ നമുക്കൊരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ച് ആലോചിച്ച് പറയണമെന്ന്, അതൊക്കെ എന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്ന കാര്യമാണ്. അമ്മച്ചിയുടെ സവിശേഷതകൾ പലതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയിരിക്കുന്നത് അമ്മച്ചി ഈ ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉണ്ടാകും. അപ്പോൾ അതിന് രണ്ടിനോടും ഒരേപോലെ സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കാനുള്ള അമ്മച്ചിയുടെ ആ മനസ്സാണ്. അമ്മച്ചി വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രമേഹ രോഗിയാണ്. അതിൻ്റെ തീവ്രത അമ്മച്ചിയുടെ കാല് വരെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ജീവിതത്തോടുള്ള ഒരു അമ്മച്ചിയുടെ മനോഭാവം വളരെ പോസിറ്റീവായിരുന്നു. ജീവിതത്തോടെ മറ്റുള്ളവരെ പഴിക്കാനോ അതല്ലെങ്കിൽ സ്വന്തം വിധിയെ പഴിക്കാനോ ഒരിക്കലും അമ്മച്ചി തയ്യാറായിട്ടില്ല. അമ്മച്ചി ഈ വളരെ പോസിറ്റീവായിട്ട് ഈ ജീവിതത്തെ കണ്ടു. കൊച്ചുമക്കൾക്കും ഏറെ പ്രിയങ്കരിയാണ് ഈ അമ്മ. അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ന് അമ്മച്ചിയുടെ അടുത്ത് വന്നാലും നിത്യവും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏത് പരീക്ഷാ വേളകളിലും അമ്മച്ചിയോട് പറഞ്ഞിട്ടേ ഞങ്ങളെല്ലാ കൊച്ചുമക്കളും പോകാറുള്ളൂ. അതുപോലെ തന്നെ അമ്മച്ചിയുടെ പ്രാർത്ഥനയും കരുണയും കൊണ്ടാണ് എല്ലാവരും ഇത്രയും നല്ല നിലയിലും എല്ലാവർക്കും വിദ്യാഭ്യാസത്തിലാണേലും മറ്റു മേഖലകളിലും ശോഭിക്കാൻ സാധിച്ചത് അമ്മച്ചിയുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അമ്മ വീട്ടിലോട്ട് ഓടും. പിന്നെ കസിൻസായി എല്ലാവരുമായി ഒരു പെരുന്നാളിൻ്റെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. ഇപ്പോൾ അമ്മച്ചിയാണേലും അമ്മച്ചിക്ക് നടക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാനാണേലും എല്ലാത്തിനും അമ്മച്ചി ഓടി നടന്ന് ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് കഴിപ്പിച്ചിട്ടേ അമ്മച്ചി പോവുള്ളായിരുന്നു. എന്ത് വേണേലും അമ്മച്ചിയോട് പറയായിരുന്നു. ഇപ്പം പരീക്ഷയാണേലും എവിടെയാണേലും ഒന്ന് വന്ന് അമ്മച്ചിയോട് പറഞ്ഞിട്ട് മാത്രമേ പോകത്തുള്ളൂ. വിളിച്ച് പറഞ്ഞില്ലേ പോലും ഇവിടെ എങ്ങനെയും വന്ന് അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം, പരീക്ഷയാണ്. പക്ഷെ അമ്മച്ചി അത് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്ന് അമ്മച്ചിയോട് പറഞ്ഞിട്ട് പോകുന്നത്. ചെറുപ്പം മുതലേ ഇവരെ കുടുംബാംഗങ്ങളെ എല്ലാവരും കണ്ടാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. ഇവരുടെ ഒരു ഒത്തൊരുമയും സ്നേഹവും, ഇപ്പം സഹോദരങ്ങളാണെങ്കിൽ തന്നെ എന്തിനും എല്ലാത്തിനും എല്ലാവരും ഒപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഞങ്ങളിപ്പോൾ ഇവിടം വരെ എത്തിച്ചേക്കുന്നത്.
കൊച്ചുമക്കളെന്ന നിലയിൽ ഞങ്ങൾക്ക് കുറേ ഓർമ്മകളുണ്ട് അമ്മച്ചീനെ കുറിച്ച് ഓർക്കുമ്പോൾ. അമ്മച്ചിക്ക് എവിടെ നിന്നേലൊക്കെ കിട്ടുന്ന പൈസ അമ്മച്ചി മെയിൻലി ഉപയോഗിക്കുന്നത് കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എന്ന് വന്നാലും അമ്മച്ചി ആരും കാണാതെ ഞങ്ങൾക്കുള്ള പൈസ എല്ലാവർക്കും അമ്മച്ചി അതേപടി തന്നെ എല്ലാവർക്കും അതേപടി തന്നെ വീതിച്ചു കൊടുക്കും. ആ ഒരു ഓർമ്മയാണ് മെയിൻലി ഉള്ളത്. പിന്നെ ഉള്ളത് അമ്മച്ചിയുടെ കെയറിങ് ആണ്. ഇപ്പോൾ ചെറുപ്പത്തിലാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അമ്മയോടായിരുന്നു ഏറ്റവും കസിൻസിന് ഏറ്റവും അടിപൊളി ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മച്ചിയാണെങ്കിലും ഞങ്ങൾ ഈ കണ്ണാടിയുറുമ്പ് വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് അപ്പോഴേ ടെൻഷനാണ്. അമ്മച്ചി എപ്പോഴും വിളിച്ചു ചോദിക്കും അവരെത്തിയോ. അപ്പോൾ അമ്മച്ചിക്ക് അത്രയും കരുതലാണ് കൊച്ചുമക്കളോടുള്ളത്. ഈ ഇടവകയുടെ ഇടയൻ ഫാദർ ജോസ് കാക്കള്ളിൽ ഈ കുടുംബത്തിൻ്റെ ഒരാത്മീയ ഇടയനായി ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ്. സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈ ഫാമിലിയെ എനിക്ക് നേരത്തെ അറിയാമെങ്കിലും കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് ഇവിടെ വികാരി വന്നതിന് ശേഷമാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട ടോമി സാറിനെ ഏതാണ്ട് 20 വർഷം മുമ്പ് തന്നെ പരിചയമുള്ളതാണ്. കൂടുതലായിട്ടും ഇവിടുത്തെ അമ്മയ്ക്ക് വിശുദ്ധ കുർബാന എഴുന്നേറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാനിവിടെ എത്തിയത്. അമ്മയുടെ സമീപത്തെത്തുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചൈതന്യം ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 97 വയസ്സായ അമ്മ പുതുതായിട്ട് വന്ന വികാരിയച്ഛനെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഇത്രയും പ്രായമായ ഒരമ്മച്ചി ഇത്രയും വ്യക്തമായ രീതിയിൽ അവിടുത്തെ വികാരിയച്ഛനെയും മാത്രമല്ല പള്ളിയിലെ മറ്റ് കൊച്ചച്ഛന്മാരെയും പേര് ചൊല്ലി വിളിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ അമ്മയ്ക്ക് സഭയോടും ഇടവകപ്പള്ളിയോടുമുള്ള വലിയ ബന്ധമാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഏറെ സന്തോഷമുണ്ടാക്കി. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ കുടുംബം. കുടുംബം ഒരു മനോഹര ഗാനം. പത്തു മക്കളെയും പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർത്തിയ ഇവരുടെ മാതാപിതാക്കൾ ചില നല്ല പാഠങ്ങൾ സമൂഹത്തിന് നൽകുകയാണ്. രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. ഹൃദയൈക്യത്തിലുള്ള ഇവരുടെ പ്രാർത്ഥനയും ഒത്തുചേരലും കാണുമ്പോൾ നമ്മുടെ ഹൃദയവും ആനന്ദത്താൽ നിറയുന്നു. യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു മനോഹര ഗാനം. പ്രിയമുള്ളവരെ, ഒരു നല്ല സന്ദേശം നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല സന്ദേശം കണ്ണൂർ മെത്രാൻ അഭിവന്യ അലക്സ് വടക്കന്തല പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. സ്നേഹമുള്ളവരെ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്.
അവർക്ക് നമുക്ക് ജീവൻ നൽകി, ജീവൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട കടമയും കർത്തവ്യവും ഉത്തരവാദിത്വവും നമ്മുടേതാണ്. അങ്ങനെ അവരെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും പ്രത്യേകിച്ച് വാർദ്ധക്യാവസ്ഥയിൽ സംരക്ഷിച്ചും നമുക്ക് കുടുംബജീവിതം കൂടുതൽ ഭാസുരമാക്കാം. മക്കളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, സമ്പന്നത മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ അമോരിസ് ലെറ്റീസിയെ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന ആ പ്രബോധനത്തിൽ കുടുംബങ്ങളുടെ ആ പരസ്പരമുള്ള ബന്ധത്തെ ഓർപ്പിച്ചു പറയുക, മാതാപിതാക്കന്മാരോടുള്ള കടമകളും കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സമ്പന്നമാക്കാനാണ്. നമുക്കത് സാധ്യതമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വടക്കേക്കുന്നേൽ കുടുംബത്തിലെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ ഒരു വലിയ കുടുംബത്തിൻ്റെ വിളക്കാണ് ഈ അമ്മ. 97 വയസ്സ് പൂർത്തിയാക്കി ഇപ്പോഴും മനസ്സ് ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടി സന്തോഷചിത്തയായിരിക്കുന്ന അമ്മ. ഇതുപോലെ സന്തോഷമുള്ള ഒരു അമ്മയെ കണ്ടുകിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം സ്നേഹത്തിൻ്റെ അനുഭവമാണ് മക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയെ അനുഗ്രഹമായി ദൈവത്തെ പോലെ കാണുന്ന മക്കൾ. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവത്തിന് കാരണമെന്ന്. അമ്മ ഉടനെ പറഞ്ഞ ഉത്തരം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നല്ലവരാണെന്നാണ്. എങ്ങനെ കുഞ്ഞുങ്ങൾ നല്ലവരായി? അമ്മ വളർത്തിയെടുത്തതിൻ്റെ നന്മ, സ്നേഹത്തിൻ്റെ അനുഭവം കൊടുത്ത് വിശ്വാസത്തിൽ ആഴപ്പെടുത്തി പ്രാർത്ഥനാ ജീവിതത്തിൽ ഉത്തമ മാതൃകയായി കൂട്ടായ്മയിൽ ഒരുമിച്ച് നിർത്തുന്ന, മക്കളെ മരുമക്കളെ വേർതിരിവില്ലാതെ ഒരൊറ്റ കണ്ണിയായി നിർത്തുന്ന അമ്മ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. ഇപ്പോഴും ആ ഒരു സന്തോഷം മക്കൾക്കുണ്ട്. മക്കളെ ചേർത്ത് പിടിക്കുന്ന അമ്മ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അതുപോലെ തന്നെ മക്കളെല്ലാവരും ഈ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം. ഇതല്ലേ സ്വർഗം. ഇതാണ് ഇന്ന് പല കുടുംബങ്ങളിലും ഇല്ലാതെ പോകുന്നതും. എല്ലാ മക്കളെയും ഐക്യത്തിൽ നിലനിർത്തുന്ന പ്രധാന കണ്ണിയായ ഈ അമ്മയ്ക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡ് കൂടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നല്ലൊരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. അതുവരെ നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.